രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിൻ്റെ ഭജഗോവിന്ദൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 8ാമത്തെ ശ്ലോകമാണ്. ഇതിനു മുമ്പുള്ളത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ സർവസ്വവുമായ രാധാറാണിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയണമെങ്കിലും ചൊവ്വാഴ്ചത്തെ ഇറങ്ങുന്ന വീഡിയോകൾ കണ്ടാൽ മതി. ബുധനാഴ്ചയാണ് ഭജഗോവിന്ദം. വ്യാഴാഴ്ച അഷ്ടപതി എഴുതിയ ജയദേവ കവിക്ക് സാക്ഷാൽ ജഗന്നാഥൻ്റെ ദർശനം കിട്ടിയതും അതേ കണക്ക് ജയദേവൻ്റെ പ്രണയങ്ങളും പ്രണയ പരാജയങ്ങളും അതിലൂടെയുള്ള യാത്രയാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കൊല്ലത്താണ്. പിന്നെ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ രീതി. എൻ്റെ അടുത്ത് പഠിക്കാൻ വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ 9645333999 എന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് എന്ത് സംശയമുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യം. അതേ കണക്ക് നിങ്ങൾ അഷ്ടാവക്ര ഗീത കേൾക്കാതെ പോകരുത്. അതിൻ്റെ മാസ്റ്റർ പീസ് വീഡിയോ ആണ് ഏതെന്ന് പറയുന്നത്, അഷ്ടാവക്ര ഗീത എന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന പ്ലേലിസ്റ്റിൽ നിന്ന് കേൾക്കണം. ക്ഷേത്രങ്ങളെക്കുറിച്ച് കേൾക്കണം. രാധികാ കവചം 2 എണ്ണം പിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കേൾക്കണം. അർത്ഥം മനസ്സിലാക്കി വേണം ചൊല്ലാൻ. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും ഇല്ലാതെ ഇട്ടിട്ടുണ്ട്. രാധാ മാനസതന്ത്രം ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുക. അതേപോലെ തന്നെ പിന്നെ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥയുണ്ട് പ്ലേലിസ്റ്റിൽ. കൃഷ്ണൻ്റെ അവതാരമാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. നിരവധി ഷോർട്ട് വീഡിയോ ഉണ്ട്. ഭക്തമീരയുടെ കഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കേൾക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എന്നും രാവിലെ മോട്ടിവേഷണൽ സ്പീച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 രാധേ
രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഭജഗോവിന്ദം പാടിത്തരുന്നത് മറ്റാരുമല്ല, ഇപ്പോൾ നാരായണീയത്തിലൂടെ നിങ്ങളുടെ പ്രിയങ്കരിയായി മാറിയ കാഞ്ചനയാണ്. കാഞ്ചന, ഞാൻ നേരത്തെ പറഞ്ഞു, കാഞ്ചന എൻ്റെ സ്റ്റുഡൻ്റാണ്. ഒരു യൂട്യൂബ് കണ്ടിട്ട് വന്ന ആളല്ല. എൻ്റെ അടുത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ എന്താണ്, അപ്പോൾ എനിക്ക് മനസ്സിലായി ഗാനത്തിൽ പാടുന്നതിൽ അസാമാന്യമായ കഴിവുള്ള ആളാണ് ആരെന്ന് പറയുന്നത്, കാഞ്ചന എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ കാഞ്ചനയോട് പറയുന്നത്, എനിക്കൊരെണ്ണം പാടിത്തരാമോ. അങ്ങനെ ഇതിനു മുമ്പും കാഞ്ചന പാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തിങ്കളാഴ്ച ഇട്ട നാരായണീയം പാടിയത് കാഞ്ചനയാണ്. നിരവധി പേരാണ് എന്നെ വിളിക്കുന്നത്, സാറേ എന്ത് മനോഹരമായ ശബ്ദമാണ്, എന്ത് മുഴുകിയാണ് കാഞ്ചന അത് പാടുന്നത്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു കാഞ്ചനയെ കൊണ്ട് തന്നെ ഭജഗോവിന്ദവും പാടിക്കാം. അങ്ങനെ ഞാൻ കാഞ്ചന എടുത്ത് പറഞ്ഞു, കാഞ്ചനയെ ഭജഗോവിന്ദവും കൂടെ പാടാവോ. അപ്പൊ കാഞ്ചന ഇവിടെ ഇല്ല, കാഞ്ചന വെളിയിലാണ്, മനസ്സിലായില്ലേ. അപ്പൊ കാഞ്ചന പറഞ്ഞു അതിനെന്ത് സാറേ, ഞാൻ പാടിത്തരാം. അങ്ങനെ ഞാൻ എന്താണ് എനിക്ക് വേണ്ടി ഭജഗോവിന്ദം പാടി ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്ക് അയച്ചു തന്നു. എന്തൊരു നല്ല സ്വരമാണ്, എന്ത് മനോഹരമായിട്ട്, എന്ത് മുഴുകിയാണ് കാഞ്ചന അത് പാടുന്നത്. കേക്കണ്ടേ, കേക്കണ്ടേ നിങ്ങൾക്ക്? കേക്ക്, നല്ലതുപോലെ കേക്ക്. കണ്ണുകളൊക്കെ അടച്ച് നല്ല ധ്യാനാവസ്ഥയിലിരുന്ന് നമ്മുടെ കാഞ്ചന പാടുന്നത് കേക്ക്. കാതേ കാന്ത കസ്തേ പുത്ര സംസാരോ ഭയമതീവ വിചിത്ര കസ്യ ത്വം കുദായത തത്വം ചിന്തയ തതീഹ പ്രാത. അപ്പോൾ കാഞ്ചന പാടിയത് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായില്ലേ? വളരെ മനോഹരമായിട്ടാണ് കാഞ്ചന പാടിയത്. കൺഗ്രാജുലേഷൻ കാഞ്ചന ആൻഡ് താങ്ക് യു. അപ്പോൾ ഇനി തേട്ടെ കാ തേ കാന്ത, ഇതിലേ കാ തേ കാന്ത കസ്തേ പുത്ര സംസാരോ അയമതീവ വിചിത്ര കസ്യ ത്വം വാ കുത ആയാത തത്വം ചിന്തയ തതിഹ ഭ്രാത. ഒരു കൊച്ചു ഇതാണ് ഭജഗോവിന്ദത്തിലെ ഒരുപാട് എക്സ്പ്ലനേഷൻ വേണ്ടാത്ത ഒരു ശ്ലോകമാണിത്. അപ്പൊ നിങ്ങൾ കേട്ട അർത്ഥം എഴുതിക്കേ. കാ തേ കാന്ത, നിന്റെ ഭാര്യ ആരാണ്? അർത്ഥം കാ തേ കാന്ത, നിന്റെ ഭാര്യ ആരാണ്? കാ ആരാണ്? തേ നിന്റെ. കസ്തേ പുത്ര, നിന്റെ പുത്രൻ ആരാണ്? അർത്ഥം എഴുതിക്കൊള്ളണേ. കസ്തേ പുത്ര, നിന്റെ പുത്രൻ ആരാണ്? സംസാരോ അയ, അർത്ഥം ഈ ലോകം. സംസാരോ അയ, ഈ ലോകം. അതീവ വിചിത്ര, അത്യധികം വിചിത്രമാണ്. അത്യധികം വിചിത്രമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ അടുത്തത് കസ്യ, അർത്ഥം ആരുടെ. ത്വം, അർത്ഥം എഴുതിക്കൊള്ളണം നീ. കസ്യ ആരുടെ, ത്വം നീ. ക ആരാണ്. കുത ആയാത, കുത ആയാത എവിടെ നിന്ന് വന്നു. കുത ആയാത എവിടെ നിന്ന് വന്നു. പിന്നെ തത്വം, അർത്ഥം ആ സത്യം, ആ സത്യം. ചിന്തയ, നീ ചിന്തിച്ചുകൊള്ളൂ, നീ ചിന്തിച്ചുകൊള്ളൂ. തതിഹ, മനസ്സിലായില്ലേ? ഇവിടെ, ഇവിടെ. ഭ്രാത, സഹോദര, സഹോദര. അപ്പൊ എന്താണ് ഭജഗോവിന്ദത്തിൽ പറഞ്ഞിരിക്കുന്നത്? ആരാണ് നിന്റെ ഭാര്യ?
ആരാണ് നിന്റെ പുത്രൻ, ആരാണ് നീ, എവിടെ നിന്നാണ് നീ വന്നത് എന്നിങ്ങനെയുള്ള പരമാർത്ഥത്തെക്കുറിച്ച് സഹോദര നീ ചിന്തിക്ക്. ഈ ലോകം അതീവ വിചിത്രമാണെന്ന് നീ അറിയുക. അപ്പോൾ ഇവിടുത്തെ ചോദ്യം നോക്കിക്കൊണ്ടേ, ആരാണ് ഭാര്യ, ആരാണ് പുത്രൻ? ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറയും എനിക്കറിയാം, ഭാര്യ ആരാണെന്നറിയാം, ഇന്ന വീട്ടിലെ സുശീല അല്ലെങ്കിൽ രാഗിണി അല്ലെങ്കിൽ മേഴ്സി ഇല്ലേ, അപ്പൊ പുത്രൻ ആരാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണ്? അറിയാം, സമ്മതിച്ചു. അറിയുന്നവനാര്? അതാണ് പ്രശ്നം. അറിയുന്നവനാര് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നത് കാണുന്നത് ഈ കണ്ണുകൊണ്ടാണെന്ന്. പക്ഷേ ചില സമയത്ത് കണ്ണ് തുറന്നു പിടിച്ചാലും മറ്റു ചിന്തകളിൽ മുഴുകിയിരുന്നാൽ നിങ്ങളുടെ മുമ്പിലൂടെ ഒരാൾ നടന്നു പോയാലും അറിയില്ല, കൈവച്ച് ഇങ്ങനെ വീശി കാണിച്ചാലും നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ കാണുന്നത് ഇതാണെങ്കിൽ അപ്പൊ തന്നെ കാണണ്ടേ? അപ്പൊ കാണുന്നത് ആരാണ്? ഈ കണ്ണുകൾക്ക് പിന്നിലിരിക്കുന്ന ഒരാളാണ്. അയാളുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ആരെന്ന് പറയുന്നത്? കണ്ണ്. അപ്പൊ കണ്ണെന്ന് പറയുന്നത് കാണുന്ന ഒരു ഉപകരണമാണ്. കാണുന്നത് കണ്ണല്ല, കണ്ണിന് പിന്നിലുള്ളവരാണ്. ചെവി, നമ്മൾ വിചാരിക്കും ചെവിയിലൂടെ കേൾക്കുന്നെന്ന് വിചാരിക്കും. അപ്പോൾ ഇല്ലേ, നമ്മൾ വേറെ ചിന്തകളിൽ മുഴുകിയിരുന്നാൽ ഒരാൾ വന്ന് 2 വട്ടം നമ്മുടെ പേര് വിളിച്ചാലും നമ്മൾ അറിയുന്നില്ല. കണ്ടോ? കാരണം കേൾക്കുന്നവൻ ഈ ചെവിയല്ല, ഇതിൻ്റെ പിന്നിലിരിക്കുന്നവൻ. അപ്പൊ ആരാണ് അറിയുന്നത്? വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു തത്വചിന്തയിലേക്കാണ് ഇത് പോകുന്നത്. തൻ്റെ അടുക്കലേക്ക് ആര് വന്നാലും രമണ മഹർഷി പറയും, നീ ആരാണെന്ന് കണ്ടുപിടിക്ക്, നീ ആരാണെന്ന് മനസ്സിലാക്ക്. ചിലർ വന്നിട്ട് രമണ മഹർഷിയോട് പറയും, മഹർഷി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ രമണ മഹർഷി പറയും, കണ്ടുപിടിക്ക്, ആർക്കാണ് പ്രശ്നം? പ്രശ്നം ആർക്കാണ്? നിന്റെ കൈക്കാണോ? നിന്റെ കാലിനാണോ? നിന്റെ കഴുത്തിനാണോ പ്രശ്നം? മനസ്സിലായ? നിന്റെ ഹൃദയത്തിനാണോ പ്രശ്നം? നിന്റെ കുടലിനാണോ പ്രശ്നം? നീ ആർക്കാണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്ക്. ആർക്കാണ് പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞു തരാം. നല്ലപോലെ മനസ്സിലായില്ലേ? അപ്പൊ ഹൈദരാബാദിൽ നിന്ന്, അപ്പോൾ എന്താ പറയേണ്ടത്, ഹൈദരാബാദിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മഹർഷി, ആർക്കാണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയല്ലേ, കാരണം ഞാൻ അത്രയ്ക്ക് പ്രശ്നവുമായിട്ട് വരികയാണ്, എനിക്ക് വേഗം ഒരു ഉത്തരം നൽകൂ. അപ്പൊ ചോദിച്ചു, ദേ നോക്ക്, ആർക്കാണ് പ്രശ്നം എന്ന് ചോദിക്കരുതേ, അല്ലേ? എന്ന് ചോദിച്ചവൻ ആരാണ്? അതാണ്, എന്ന് ചോദിച്ചവൻ ആരാണ്? അപ്പൊ കണ്ടുപിടിക്ക്. എന്താണ്? വേഗം എനിക്കൊരു ഉത്തരം നൽകൂ എന്ന് പറഞ്ഞത് ആരാണ്? എന്തുകൊണ്ടാണ് രമണ മഹർഷി ഇങ്ങനെ പറയുന്നത്? നീ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ നിന്റെ പ്രശ്നം തീരും. അതാണ് പ്രശ്നം. അത് രമണ മഹർഷി ഞാൻ ആരെന്ന ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ട് ഉത്തരം പറയും. രമണ മഹർഷി നമ്മുടെ കൈകളിൽ ചൂണ്ടി ചോദിക്കും, ഈ കൈയാണോ നീ? അപ്പോൾ പറയും അല്ല. കാലാണോ നീ? അല്ല. പിന്നെ കഴുത്ത്, വയറ് ആണോ? അല്ല. കൊടല്, ഹൃദയം, ഇതേതെങ്കിലും ആണോ? അല്ല. അപ്പൊ പിന്നെ ആരാണ് നീ? ഇതെല്ലാം കൂടെ ചേർന്ന ആളുമല്ല നീ. എന്തുകൊണ്ട്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അങ്ങോട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഈ കൈയും കാലുമൊക്കെ അനക്കുന്നത് അകത്തിരിക്കുന്ന വേറെ ആരോ ഒരാളുടേതാണ്, അല്ലേ? അത് തന്നെയല്ല, മരിച്ചു കഴിഞ്ഞാലും അവയവങ്ങൾ കുറച്ചു നേരവും കൂടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ മരിച്ചവന്റെ അവയവങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതൊന്നുമല്ല നീ. അപ്പൊ പിന്നെ നീ ആരാണ്? നീ എന്ന് പറഞ്ഞാൽ കണ്ണല്ല, മൂക്കല്ല, ചെവിയല്ല, ഒന്നുമല്ല. ഇതൊന്നുമല്ലാത്ത, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത ഒരെണ്ണമുണ്ട്. അതാണ് നീ. നീ ഇതൊന്നുമല്ല. അപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് നിനക്കല്ല. കാരണം നീ എന്ന് പറഞ്ഞാൽ കൈയല്ല, കൈക്ക് പ്രശ്നമില്ല, കാലിന് പ്രശ്നമില്ല, ഇതിനൊന്നുമല്ല പ്രശ്നം. ഇതൊന്നുമല്ലാത്ത ഒന്നുണ്ട്, അത് നിനക്ക് കാണാൻ പോലും പറ്റത്തില്ല.
അത്രയ്ക്ക് ചെറുതായ ഒന്നുണ്ട്. അപ്പോൾ പിന്നെ ആർക്കാണ് പ്രശ്നം? പ്രശ്നം നിനക്കല്ല, നിന്റെ ചിന്തകൾക്കാണ്. മനസ്സിലായ? ഇപ്പൊ നിങ്ങൾ പറയത്തില്ല എനിക്കങ്ങ് പ്രശ്നങ്ങളാണ്, പ്രശ്നങ്ങളുടെ പുറത്ത് പ്രശ്നങ്ങളാണ്. ഇതൊക്കെ ആർക്കാണ് ഈ പ്രശ്നം? പ്രശ്നം നമ്മക്കല്ല, എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെയോ എൻ്റെ ചിന്തകൾക്കാണ് പ്രശ്നം. നാളെ ആ പൈസ കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ചെയ്യും, മറ്റേവരുടെ കടം എങ്ങനെ വീട്ടും, നാളെ അതെങ്ങനെ വാങ്ങിക്കും, ഇതെങ്ങനെ വാങ്ങിക്കും, ബാങ്കിൻ്റെ നിന്ന് ലോൺ അടയ്ക്കണ്ടേ. ഈ ചിന്തകൾക്കാണ് പ്രശ്നം. അപ്പൊ പ്രശ്നം ആർക്കെന്ന് കണ്ടുപിടിച്ചാൽ ചിന്തകൾക്ക്. ആ ചിന്തകൾ തീർന്നാൽ നിന്റെ പ്രശ്നവും തീർന്നു. ഇത് തന്നെ മറ്റൊരു രീതിയിൽ രമണ മഹർഷി പറഞ്ഞ ഇതേ കാര്യം മറ്റൊരു രീതിയിൽ ശങ്കരാചാര്യ സ്വാമി പറയുന്നത് ഇതാണ്. ശങ്കരാചാര്യ സ്വാമി ആദ്യം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ആരാണ് നിന്റെ ഭാര്യ? സത്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആരാണ് നിന്റെ ഭാര്യയെന്ന്? ഇതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ ആരാണ് ഞാൻ എന്നറിയണം. അപ്പൊ ആരാണ് ഞാൻ? നമ്മൾ നേരത്തെ പറഞ്ഞ കയ്യും കാലും ഒന്നുമല്ലാത്ത ഒന്ന്. അപ്പൊ നമ്മൾ ആരാണെന്ന് മനസ്സിലായി. നമ്മളെന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, ഈ ദേഹമല്ല, ദേഹത്തിനുള്ളിലിരിക്കുന്നവനുമല്ല. കാരണം ദേഹത്തിന്റെ ഉള്ളിലിരിക്കുന്ന അവയവങ്ങളല്ല, ഹൃദയവും ഒന്നുമല്ല. ഇതൊന്നുമല്ലാത്ത ഒരു എണ്ണമുണ്ട്, അതാണ് ഞാൻ. അപ്പൊ നമുക്ക് മനസ്സിലായി. ഞാൻ ആരാണെന്ന് മനസ്സിലായാൽ ഇനി എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടും. ഇനി നീ ചോദിക്ക് ആരാ നിന്റെ ഭാര്യ? അപ്പൊ നിനക്ക് പറയാൻ പറ്റും ആരാണ് നിന്റെ ഭാര്യ. എൻ്റെ ഭാര്യ ആരാണ്? അവളാ കയ്യല്ല, അവളാ കാലല്ല, അവളാ മാറിടവുമല്ല, അവളുടെ അകത്തുള്ള ഹൃദയവുമല്ല, യാതൊന്നുമല്ല. ഇതൊന്നുമല്ലാത്ത ഒന്നുണ്ട്, അതാണ് എൻ്റെ ഭാര്യ. അപ്പൊ നിങ്ങൾ അന്തം വിട്ടുപോകും. അപ്പൊ അതല്ലേ ഞാനും? അപ്പൊ ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഞാനും എൻ്റെ ഭാര്യയും ഒന്ന് തന്നെയാണ്. ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യ, ഞാൻ തന്നെയാണ് എൻ്റെ പുത്രൻ. ഇനി നിങ്ങളെ ഭയങ്കരമായിട്ട് അപമാനിക്കുന്ന ഒരു ശത്രു, അതും ഞാൻ തന്നെയാണ്. അവൻ്റെ ദേഹമാണ് വന്ന് ചുണ്ടനയ്ക്ക് ഏതാണ്ടൊക്കെ പറയുന്നത്, അതിനകത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ എൻ്റെ ശത്രുവും ഞാനാണ്, എൻ്റെ മിത്രവും ഞാനാണ്. മനസ്സിലായില്ലേ? അതാ മഹർഷിമാര് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ നോക്കൂ. നീ ആരാണ്? കയ്യും കാലും എല്ലാം അഴിച്ചു വെച്ചാൽ കിട്ടുന്ന ഉത്തരവുണ്ട്, ഇതെല്ലാം മാറ്റി വെച്ചാൽ കിട്ടുന്ന ഒരു ഉത്തരം അല്ലേ? അതാണ് ആരെന്ന് പറയുന്നത്. ഞാനിപ്പോ ഒരു രഥം വേണ്ട, ഒരു കാറ്. ഈ കാറെന്ന് പറഞ്ഞാൽ ആരാണ്? വീലാണ്? അല്ല. വീല് മാറ്റിയാലും അതിനകത്ത് കാറുണ്ട് അല്ലേ? ഇതെല്ലാം അഴിച്ചു മാറ്റുന്ന ഒന്ന്. അതുപോലെ ശ്രദ്ധിച്ചു കേട്ടോളണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ശങ്കരാചാര്യ സ്വാമി പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. നീ തന്നെയാണ് നിന്റെ ഭാര്യ, നീ തന്നെയാണ് പുത്രൻ, നീ തന്നെയാണ് പുത്രി. നിന്നെ കഠിനമായി അപമാനിക്കുന്ന ശത്രുവും നീ, മിത്രവും നീ. നീ തന്നെയാണ് മോഹൻലാൽ, നീ തന്നെയാണ് മമ്മൂട്ടി, നീ തന്നെയാണ് മോദിജി. മനസ്സിലല്ലേ? നീ തന്നെയാണ് സിംഹം, നീ തന്നെയാണ് കടുവ, നീ തന്നെയാണ് മാനും പൂച്ചയും പല്ലിയും എല്ലാം. നീ ചില സമയത്ത് കസേരയിരിക്കും, ചില സമയത്ത് സോഫായിലിരിക്കും, ചില സമയത്ത് ആട്ടുകട്ടിലിരിക്കും. അതുപോലെ നീ പല പല ശരീരത്ത് പോയങ്ങ് ഇരിക്കുകയാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളണം. ഒരു പൈനാപ്പിൾ എടുത്ത് കണ്ടിച്ച് ജ്യൂസ് അടിച്ചു. ആ ജ്യൂസ് ഒരു പരന്ന പാത്രത്തിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് അതൊരു ഗ്ലാസിനകത്ത് വെച്ചു. അത് കഴിഞ്ഞ് അതൊരു ത്രികോണാകൃതിയിലുള്ള പാത്രത്തിൽ വെച്ചു. ആണല്ലോ? അപ്പൊ എന്ത് സംഭവിക്കുന്നു? ജ്യൂസിന്റെ ഷേപ്പ്, ചതുരാകൃതിയിലിരിക്കുന്ന ജ്യൂസിന് ചതുര ഷേപ്പ്, ഗ്ലാസിന്റെ ആകൃതിയിലിരിക്കുന്ന ഷേപ്പിന് ജ്യൂസിന് വേറൊരു ഷേപ്പ്. അതേ കണക്ക് തന്നെ ത്രികോണാകൃതിയിലെ പാത്രത്തിലിരിക്കുന്ന ജ്യൂസിന് വേറൊരു ഷേപ്പ്. ഷേപ്പെല്ലാം വേറെ, പക്ഷേ അകത്തിരിക്കുന്നത് ആരാണ്? ഒരേ പഴത്തിന്റെ ചാറാണ്. നമ്മുടെ ഈ ശരീരം ഈ ഗ്ലാസ്സാ. മനസ്സിലല്ലേ? എൻ്റെ ശരീരം എന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്നത് ഈ ജ്യൂസാണ്. ഈ ജ്യൂസ് വന്ന് മോഹൻലാലിൻ്റെ ശരീരത്തിരിക്കുമ്പോൾ അയാൾക്ക് മോഹൻലാൽ എന്ന അമ്മ പേര് കൊടുത്തു, മമ്മൂട്ടി എന്ന അമ്മ പേര് കൊടുത്തു. നരേന്ദ്രമോദിജിയുടെ ശരീരത്തിരിക്കുമ്പോൾ അദ്ദേഹം മോദിജിയായി, ദിലീപിൻ്റെ ശരീരത്തിരിക്കുമ്പോൾ ദിലീപായി, പല്ലിയുടെ ശരീരത്തിരിക്കുമ്പോൾ പല്ലിയായി. ഇതെല്ലാം ജ്യൂസ് ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായല്ലേ? നമ്മൾ ഒരു പൈനാപ്പിൾ എടുത്ത് കണ്ടിച്ച് അതിൻ്റെ ജ്യൂസ് അടിച്ചു.
ആ ജ്യൂസ് അടിച്ചിട്ട് അതെന്ത് ചെയ്യുന്നു, ഒരു നല്ല നീളമുള്ള ഗ്ലാസ്സിൽ വെക്കുമ്പോൾ അതിൻ്റെ ആകൃതി അങ്ങനെയാണ്, സിലിണ്ടർ ആകൃതി. പരന്ന പാത്രത്തിൽ വെക്കുമ്പോൾ അതിന് പരന്ന ആകൃതിയായി. ത്രികോണപാത്രത്തിൽ വെച്ചാൽ അതിന് ത്രികോണപാത്രത്തിൻ്റെ ആകൃതിയായി. പാത്രം മാത്രം വ്യത്യാസം, പക്ഷെ അകത്തിരിക്കുന്ന ജ്യൂസ് എല്ലാം ഒന്നാണ്. അതുപോലെ ഭാര്യ എന്ന് പറയുന്ന ദേഹത്തിന്റെ പാത്രം, അതിനെന്താണ്, രണ്ട് മാറിടമുണ്ട്, യോനിയുണ്ട്. പുത്രൻ എന്ന് പറയുന്നതിനകത്താണെങ്കിൽ ലിംഗമുണ്ട്. അതേ കണക്ക് പുത്രിയും. സിംഹത്തിനാണെങ്കിൽ വേറൊരു രീതിയിലുള്ള പാത്രത്തിനകത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഇതെല്ലാം നീ തന്നെയാണ്. ഒരു സൂഫി കഥയുണ്ട്. ഒരു സുന്ദരിയായ യുവതി വന്നിട്ട് ആ സൂഫി സന്യാസിയോട് പറയുകയാണ്, ഞാൻ അങ്ങയെ ഒന്ന് ചുംബിച്ചോട്ടെ, ഞാൻ അങ്ങയെ പ്രണയത്തോടെ ചുംബിച്ചോട്ടെ. അപ്പോൾ ആ സൂഫി സന്യാസി പറഞ്ഞു, ആയിക്കോട്ടെ. സത്യത്തിൽ ആ സ്ത്രീ ഞെട്ടിപ്പോയി. കാരണം ഒരു സൂഫി സന്യാസി ഒരിക്കലും അങ്ങനെ ഒരു മറുപടി പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്ന് മാത്രവുമല്ല, അങ്ങനല്ല, നീ സ്ത്രീയാണ്, എൻ്റെ ദേഹത്ത് തുടരുത്, മാറി നില്ല്, അല്ലെങ്കിൽ നിനക്ക് അശുദ്ധിയാണോ, ഇങ്ങനെയൊക്കെ കരുതുമെന്നാണ്. പക്ഷെ ആ സ്ത്രീ എന്ത് ചെയ്തു, ആ സൂഫി സന്യാസിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. അപ്പൊ ശിഷ്യന്മാർ അമ്പരന്നു. ഇത് കണ്ടിട്ട് സൂഫി സന്യാസി പറഞ്ഞു, നോക്കൂ, എന്നെ ചുംബിച്ചത് ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. നേരത്തെ പറഞ്ഞ കണക്ക് എന്താണ്, ഗ്ലാസിന്റെ ആകൃതി, സിലിണ്ടർ ആകൃതിയിൽ ഇരിക്കുന്ന പാത്രത്തിലെ ജ്യൂസ് അതെടുത്ത് നമ്മൾ പരന്നിരിക്കുന്ന പാത്രത്തിലെ ജ്യൂസിലോട്ട് ഒഴിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സിലിണ്ടർ ആകൃതിയിലെ പാത്രത്തിലെ ജ്യൂസ് പരന്ന ആകൃതിയിലെ പാത്രത്തിലെ ജ്യൂസിനെ ചുംബിക്കുന്നു. അത് രണ്ടും ഒരു പഴത്തിന്റെ ചാറാണ്. അതുകൊണ്ടാണ് ആ സൂഫി പറഞ്ഞത്, എന്താണ്, നീ തന്നെയാണ് എന്നെ, ഞാൻ തന്നെയാണ് എന്നെ ചുംബിച്ചത്, വേറൊരാളല്ല, മറ്റൊരാളല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ വെപ്രാളപ്പെടുന്നത്? അപ്പൊ ശരിക്കും ശങ്കരാചാര്യ സ്വാമിയും ഈ സൂഫിയും പറഞ്ഞത് എന്താണെന്നറിയാമോ? എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്, എനിക്ക് ശത്രുവുണ്ട്, എനിക്ക് മിത്രമുണ്ട് എന്ന് പറയുന്നവൻ മൂഢനാണ്, വിഡ്ഢിയാണ്. നിനക്ക് ഭാര്യയുമില്ല, നിനക്ക് മക്കളുമില്ല, നിനക്ക് മിത്രവുമില്ല, നിനക്ക് ശത്രുവുമില്ല. അത് എന്താണ്? അറിവില്ലാത്തവൻ, മൂഢന്റെ ചിന്തയാണ്. ഇത് നിന്റെ ഭാര്യ, ഇത് നിന്റെ പുത്രൻ, ഇത് നിന്റെ മക്കൾ, ഇതാണ് നിന്റെ ശത്രു, ഇതാണ് നിന്റെ മിത്രം, ഇതാണ് നിന്റെ വീട്ടിൽ വളർത്തുന്ന നായി. ഒന്നുമില്ല. അറിവുള്ളവന് ഭാര്യയില്ല, മക്കളില്ല, ശത്രുവില്ല, മിത്രമില്ല, പട്ടിയില്ല, കാരണം അതും ഞാനാ. പൂച്ചയില്ല, അതും ഞാനാണ്. സർവ്വതും ഞാനാണ്. അത് മനസ്സിലാക്കുമ്പോൾ ഈ ലോകം എത്ര വിചിത്രമാണെന്ന് മനസ്സിലാകും. എല്ലാം ഞാനാണ്. പക്ഷെ പല പല പാത്രത്തിൽ ഇരിക്കുന്നത് കണ്ട് ഇത് വേറെ വേറെ ആൾക്കാരാണെന്ന് പറഞ്ഞ് മനുഷ്യനിങ്ങനെ പാഞ്ഞു നടക്കുന്നു. അങ്ങനത്തെ ഒരു വിചിത്ര ലോകം. അതുകൊണ്ട് മൂഢ, നീ ചിന്തിക്കൂ, ആരാണ് നിന്റെ ഭാര്യ? നീ തന്നെയാണ്. ആരാണ് നിന്റെ മക്കൾ? നീ തന്നെയാണ്. ആരാണ് നിന്റെ ശത്രു? നീ. ആരാണ് നിന്റെ മിത്രം? നീ. ആരാണ് നീ വളർത്തുന്ന പട്ടി? അതും നീയ. ആരാണ് നീ വളർത്തുന്ന പൂച്ച? അതും നീയ. ഈ ചിന്ത വന്നാൽ പിന്നെ നമുക്ക് എല്ലാവരോടും കരുണയായി. കാരണം എന്തുകൊണ്ട്? പട്ടി നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കാണുമ്പോഴാണല്ലോ ദേഷ്യം വരുന്നത്. അപ്പൊ എന്താണ്? ഇത് എല്ലാവരും നീയാണ്. അതുകൊണ്ട് മൂഢ, വെറുതെ എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്, അവരെ നോക്കണം, എൻ്റെ വീട്ടിൽ പട്ടിയുണ്ട്, അതിന് സാധനം വാങ്ങിക്കണം, എനിക്ക് ശത്രുവുണ്ട്, മിത്രമുണ്ട് എന്നൊന്നും കരുതാതെ മൂഢ ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.